നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ജോലി ചെയ്യുന്ന ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്ത 22 പ്രവാസികളെ സ്വന്തം വാഹനത്തിൽ മക്കയിലെത്തിക്കാൻ ശ്രമിച്ചു. ഒരു ഇന്ത്യക്കാരനെ ഹജ്ജ് സുരക്ഷാ സേന പിടികൂടിയിരിക്കുന്നു. ഇയാൾക്കൊപ്പം 22 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. വിവിധ നാട്ടുകാരായിട്ടുള്ള പ്രവാസികളെ ഇയാൾ മിനി ബസിൽ മക്കയിലേക്ക് കടത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇയാളെ പിടികൂടിയത്. മക്കയുടെ അതിർത്തി കവാടത്തിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം. ആർക്കും ഹജ്ജ് ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അറസ്റ്റിന് കാരണം. പെർമിറ്റ് ഇല്ലാത്തവരെ മക്കയിലേക്ക് കടത്താൻ ശ്രമിക്കുന്ന നിയമലംഘകർക്ക് തടവ്, 1 ലക്ഷം റിയാൽ പിഴ, നാടുകടത്തൽ, 10 വർഷം സൗദിയിലേക്ക് പ്രവേശന വിലക്ക് എന്നിവയൊക്കെ ശിക്ഷയായി നൽകിയിട്ടുണ്ട്. യാത്രയ്ക്ക് ഉപയോഗിച്ച വാഹനങ്ങൾ കണ്ടുകെട്ടുകയടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടുമാണ് ഇയാൾ ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് മുതിർന്നത് എന്നുള്ളതാണ്. പെർമിറ്റ് ഇല്ലാതെ ഹജ്ജിന് ശ്രമിച്ചാൽ ശിക്ഷ 20,000 റിയാലാണ് എന്നതാണ് റിപ്പോർട്ട്. അടുത്ത 10 വർഷത്തേക്ക് ഹജ്ജ്, ഉംറ വിലക്ക് നേരിടേണ്ടിയും വരും. ഇതൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഒരു ഇന്ത്യക്കാരൻ ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഹജ്ജ് കാലമായതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ പ്രത്യേകമായുള്ള നടപടികളൊക്കെ ഉണ്ടാകുമെന്നും ശിക്ഷ കടുപ്പിച്ചിരിക്കുകയാണ് എന്നും നേരത്തെ തന്നെ വിശ്വാസികൾക്ക് ഒരു മുന്നറിയിപ്പ് പോലെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പരിഗണിക്കാതെയാണ്, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അധികാരികൾ രംഗത്തെത്തിയതാണ്. അതായത് അനുമതി പത്രമുള്ളവർക്ക് മാത്രം ഹജ്ജ് ചെയ്യാൻ പൂർണ്ണമായും കഴിയുന്ന വിധത്തിൽ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ടാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം നടപടികൾ കർശനമാക്കിയതെന്നായിരുന്നു സൂചന. നിയമവിരുദ്ധമായി ഹജ്ജ് നിർവഹിക്കുന്നതിന് വിസിറ്റ് വിസ ഉടമകൾക്ക് അഭയമോ ഗതാഗതമോ നൽകുന്നവർക്ക് 1 ലക്ഷം റിയാലോളം പിഴയായി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. ഹജ്ജ് നിർവഹിക്കുന്നതിന് പെർമിറ്റ് ഘട്ടങ്ങൾ ലംഘിക്കുന്നവർക്കും അത്തരം ലംഘനങ്ങൾ നടത്തുന്നവർക്കും സൗകര്യമൊരുക്കുന്നവർക്കുമൊക്കെ ആഭ്യന്തര മന്ത്രാലയം ഭീമമായിട്ടുള്ള തുകയാണ് പിഴയായി നിശ്ചയിച്ചതെന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. വിസിറ്റ് വിസയിൽ എത്തുന്നവർക്ക് വേണ്ട രീതിയിൽ സൗകര്യമോ ഒരുക്കുന്നവർക്ക് വിസ കാലാവധി കഴിഞ്ഞിട്ടും നിയമവിരുദ്ധമായി ഹജ്ജ് നിർവഹിക്കുന്നതിന് രാജ്യത്ത് തങ്ങുന്നവർക്കൊക്കെ തന്നെ പിഴ ചുമത്തപ്പെടുമെന്നാണ് അന്ന് മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം കഴിഞ്ഞ മാസം 29-ന് ഈ വർഷത്തെ ഹജ്ജിനുള്ള ആദ്യ സംഘം തീർത്ഥാടകർ സൗദിയിലെത്തിയത് അടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിയമങ്ങൾ ശക്തമാണ്, അത് തെറ്റിക്കരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ പുറത്തുവിട്ടത്. കഴിഞ്ഞ മാസം 29-നാണ് ഈ പറയുന്നത് പോലെ ആദ്യ സംഘം തീർത്ഥാടകരൊക്കെ സൗദിയിലെത്തിയത്. ഇന്ത്യൻ തീർത്ഥാടകർ തന്നെയായിരുന്നു ആദ്യം സൗദിയിലെത്തിയിരുന്നത്. 29-ന് പുലർച്ചെ 5:30 ഇന്ത്യൻ തീർത്ഥാടകരെയും വഹിച്ചുകൊണ്ട് സൗദി എയർലൈൻസ് വിമാനമാണ് മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയത്. തൊട്ടടുത്ത രണ്ടാമത്തെ വിമാനത്തിലും നിരവധി ആളുകളുണ്ടായിരുന്നു. ഏകദേശം 289 അധികം ആളുകളാണ് 2 വിമാനങ്ങളിലുമായിട്ട് എത്തിയത്. ഏകദേശം 289 പേർ വീതം 2 വിമാനങ്ങളിലായിട്ട് ഏകദേശം 578 തീർത്ഥാടകരാണ് ഇത്തരത്തിൽ എത്തിയിരുന്നത്. ഹൈദരാബാദിൽ നിന്നുള്ളതാണ് ആദ്യ വിമാനം. രണ്ടാമത്തെ വിമാനം UP-യിലെ ലക്നോറിൽ നിന്നുമുള്ളതായിരുന്നു. ഈ വർഷത്തെ തീർത്ഥാടകരുടെ മഹാപ്രവാഹത്തിന് തുടക്കമിട്ട ഇന്ത്യൻ സംഘത്തിന് ഊഷ്മള വരവേൽപ്പ് തന്നെയാണ് സൗദി ഒരുക്കിയിരുന്നത്. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രതിനിധികളും ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖൻറയും കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സുരിയുടെയും നേതൃത്വത്തിലായിരുന്നു ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നുകൊണ്ട് തീർത്ഥാടകരെ സ്വീകരിച്ചിരുന്നത്. സ്വാഗത ഗാനം ആലപിച്ചും സസമും ഈത്തപ്പഴവും ഒക്കെ നൽകിക്കൊണ്ടുമായിരുന്നു ഇവർക്കൊരു വലിയ സ്വീകരണം നൽകിയത്. 3 വിമാനങ്ങളാണ് ഇന്ത്യൻ തീർത്ഥാടകരുമായിട്ട് മദീനയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിന് തൊട്ടടുത്ത ദിവസം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിശ്വാസികളൊക്കെ എത്തുന്ന സാഹചര്യം തന്നെയായിരുന്നു. ഈ സമയത്താണ് ഈ പറയുന്നത് പോലെ നിയമവിരുദ്ധമായിട്ടുള്ള നിരവധി ആളുകളും അവിടെ എത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എല്ലാ ഹജ്ജ് കാലഘട്ടത്തിലും വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ പ്രവാഹം തന്നെയാണ് ഉണ്ടാകാറുള്ളത്. അത് പലപ്പോഴും വലിയ രീതിയിലുള്ള ജനത്തിരക്ക് ഉണ്ടാക്കാനും അതിൻ്റെ ഭാഗമായിട്ട് പല ആളുകൾക്കും ജീവൻ നഷ്ടപ്പെടാൻ, അതായത് ആളുകളുടെ തിരക്ക് മൂലം തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട ശ്വാസം മുട്ടിയും അല്ലെങ്കിൽ ആളുകളുടെ നിലത്ത് വീണുമൊക്കെ നിരവധി ആളുകൾ മരണപ്പെടാറുണ്ട്. ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള നിയമങ്ങളൊക്കെ കർശനമാക്കിയിരിക്കുകയായിരുന്നു സൗദി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പിഴകളൊക്കെ നിയമവിരുദ്ധമായിട്ട് എത്തുന്നവർക്ക് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ നിയമത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള തരത്തിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇന്ത്യൻ പ്രവാസി ഇത്തരത്തിൽ 22 പേരെ അനധികൃതമായിട്ട് അവിടെ ഹജ്ജിന് വേണ്ടി എത്തിക്കാൻ ശ്രമിച്ചത്. എന്തായാലും അയാളെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചെയ്യരുത് എന്ന് പറയുന്ന
കാര്യങ്ങളാണ്, നിയമമാണ്, അനുസരിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ കർശനമായിട്ടുള്ള നടപടി തന്നെ ഉണ്ടാകുമെന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെയായി മാറിയിരിക്കുകയാണ് ഈ സംഭവം.